ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇവിടെ 2 ക്യാൻഡിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടുകളയുക. ഓക്കെ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലി, ഓക്കെ, ഫാമിലിയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങൾ വീടൊക്കെ വിട്ട് മാറി നിൽക്കുന്ന ഇതായിട്ട് നമ്മൾ കാണാം. ചിലപ്പം കൊച്ചുനാളിലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം അമ്മയുടെ വീട്ടിലായിരിക്കും നിങ്ങൾ വളർന്നിട്ടുണ്ടാവുക. ജോലി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കൂടുതലും വീട് വിട്ട് ദൂര സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലപ്പം ഗൾഫിലൊക്കെ ആയിരിക്കും നിങ്ങൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ തന്നെ നിങ്ങളുടെ പൂർവികർ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് മാറ്റങ്ങൾ, ഡെവലപ്മെൻറ്റ്സ്, അത് നമ്മൾ എടുത്തു പറയണം, ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളായിരിക്കും, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ കുറേ നാൾ എന്താ പറയുക റെൻറ്റിന് താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളാണ് ഒരു വീടൊക്കെ മേടിച്ച് അവരിപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു വീട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ കാറില്ലായിരുന്നു നിങ്ങളുടെ ഫാമിലിയിൽ, ഫസ്റ്റ് കാർ മേടിച്ച നിങ്ങളായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും പുറത്ത് പോകുന്ന ഫാമിലി തന്നെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകുന്ന വ്യക്തി നിങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അതുപോലെ സ്പിരിച്വാലിറ്റി, മതപരമായ പല കാര്യങ്ങൾ, കൾച്ചറിലൊക്കെ നിങ്ങൾക്ക് കുറേ അഗാധമായി ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറേയും കൂടെ മറ്റു മതങ്ങളിലെ പറ്റി പഠിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സസിനെ പറ്റി അറിയാനും ഒക്കെ ഉള്ളൊരു കൗതുകം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് ഇഷ്ടമല്ല. ഇപ്പം മുസ്ലിം ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബുദ്ധൻ, ജൂത, അങ്ങനെയുള്ള മതങ്ങളെയൊക്കെ പറ്റി നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നു. അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ എതിർപ്പുകൾ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാവൽ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ്. എന്താണ് ഫ്യൂച്ചറിനെ പറ്റി ഒക്കെ ഉള്ളൊരു പഠിക്കാനും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങളുടെ ഫാമിലിയിൽ പല പ്രോബ്ലംസും ഉണ്ടാവുന്നുണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾ ആനിമൽ റിലേറ്റഡ് പേഴ്സൺസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു പെറ്റിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ആനിമൽസിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഡോക്ടറായിരിക്കാം. ഓക്കെ. പിന്നെ ചില മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വെറുതെയാണ്, അങ്ങനെയൊക്കെ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. ഫാമിലി ആയിട്ട് വരുമ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി ഉള്ളൊരു ആൾക്കാരാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് പേഴ്സൺസ് ആണ്. നിങ്ങൾക്ക് രാത്രി കാലങ്ങളിലാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ കുറേയും കൂടെ സ്ട്രോങ് ആവുന്നതെന്നാണ് നമുക്ക് ഈ ഗ്രൂപ്പ് നമ്പർ 1 മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹായ് ഗ്രൂപ്പ് നമ്പർ 2, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, പ്രോബ്ലംസൊക്കെ വന്നോട്ടെ, ഐ ക്യാൻ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ പ്രോബ്ലംസിനെയൊക്കെ നേരിടാൻ തന്നെ നിങ്ങളൊരു ചലഞ്ചിങ് ആയിട്ട് നിൽക്കുവാണ്. പ്രോബ്ലംസൊക്കെ വന്നോട്ടെ, ഞാനതിനെ എൻ്റേതായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് സോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കൊരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ. നിങ്ങൾക്ക് നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ മാത്രമല്ല, നിങ്ങൾക്ക് നല്ല എനർജിയാണ്. അതുമാത്രമല്ല ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത്, നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്കിംഗ് ആണ്. അതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് മാത്രമേ, അത് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ
മറ്റുള്ളവരുടെ കാര്യത്തിനായാലും ഇപ്പം നിങ്ങളുടെ സ്വന്തം കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് വന്ന് ഒരു ഹെൽപ്പ് ചോദിക്കുവാണ്, അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും. അതിന് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പോലും, അതായത് ഒരു എന്താ പറയുക, ഒരു മന്ത്രിമാരെയൊക്കെ പോലെ നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആൾക്കാരെ പോലെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. കാരണം എനിക്ക് സമയമില്ല, എനിക്ക് ഇന്നത് ചെയ്യാനുണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട്. നിങ്ങൾ 24 hours വർക്കിംഗ് ആണ്. നിങ്ങൾ 24 hours ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സമയം കിട്ടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് പ്രയോറിറ്റി കുറവാണ്. ഓക്കെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലായിക്കോട്ടെ, നിങ്ങൾ മൊത്തം ഹാർഡ് വർക്കിംഗ് ചെയ്യും. നിങ്ങൾ രാവിലെ തൊട്ട് ജോലി ചെയ്യും. നിങ്ങളിപ്പം ചിലപ്പം ക്ലോസ് ചെയ്യേണ്ട സമയത്തിനേക്കാളും കൂടുതലും നിങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങൾ തീർക്കേണ്ട ഫയൽസ്, ബയോഡേറ്റാസ്, ജേർണൽ എല്ലാം നിങ്ങൾ ചെയ്ത് പടപടേന്ന് നിങ്ങൾ ചെയ്ത് തീർക്കും. നിങ്ങൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും ഒരു വണ്ടിയൊന്നും അല്ലല്ലോ, എന്താ പറയുക, ഒരു യന്ത്രമൊന്നും അല്ലല്ലോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്ലോ ഡൗൺ ആവുക. ഓക്കെ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ മെൻ്റലി മാത്രമല്ല, നിങ്ങളൊരു ഫിസിക്കലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തോട്ട് ആൾക്കാർ പിന്നെയും വരും. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു, എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പിന്നെയും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടുന്ന ധൈര്യവും സമാധാനവും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫിസിക്കലി ആണെങ്കിലും അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് വേണ്ടുന്ന നീഡ്സൊക്കെ നിങ്ങൾ അത് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട് ഉള്ള ഒരാളായിട്ടാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു വിശ്വാസമുണ്ട്, ആൾക്കാർക്ക് നിങ്ങളോടൊരു വിശ്വാസമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഗ്രൂപ്പ് നമ്പർ 2. ഇതുപോലുള്ള റീഡിങ്സിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.